ഓം ശാന്തി. 18-11-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ അവിനാശി വൈദ്യനാണ്. ആ ഒന്ന് ഒരേ ഒരു മഹാമന്ത്രത്തിലൂടെ നിങ്ങളുടെ സർവ ദുഃഖങ്ങളും അകറ്റുന്നു. ചോദ്യം: മായ നിങ്ങൾക്കിടയിൽ വിഘ്നമിടുന്നത് എന്തുകൊണ്ട്? ചില കാരണങ്ങൾ പറയൂ. ഉത്തരം: കാരണം നിങ്ങൾ മായയുടെ വലുതിലും വലിയ ഉപഭോക്താക്കളാണ്. അതിൻ്റെ വ്യാപാരം അവസാനിക്കുന്നു, അതിനാൽ വിഘ്നമിടുന്നു. എപ്പോഴാണോ അവിനാശി വൈദ്യൻ നിങ്ങൾക്ക് ഔഷധം നൽകുന്നത്, അപ്പോൾ മായയുടെ രോഗം ഉയർന്നു വരുന്നു. അതിനാൽ വിഘ്നങ്ങളെ ഭയപ്പെടരുത്. മന്മനാഭവയുടെ മന്ത്രത്തിലൂടെ മായ ഓടിപ്പോയിക്കൊള്ളും. ഓം ശാന്തി. ബാബയിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. മനുഷ്യർ മനസ്സിൻ്റെ ശാന്തി, മനസ്സിൻ്റെ ശാന്തി എന്ന് പറഞ്ഞ് വ്യാകുലമാകുന്നു. ദിവസവും ഓം ശാന്തി എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കാരണം ശാന്തി യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐ ആം ആത്മ, അതായത് ഐ ആം സൈലൻസ് എന്ന് പറയുകയും ചെയ്യുന്നു. നമ്മുടെ സ്വധർമ്മം സൈലൻസ് ആണ്. സ്വധർമ്മം ശാന്തിയാണ് എന്നിരിക്കെ പിന്നെ യാചിക്കുന്നതെന്തിന്? അർത്ഥം മനസ്സിലാക്കാത്തത് കാരണം വീണ്ടും യാചിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് രാവണ രാജ്യമാണ്. എന്നാൽ ഇതും മനസ്സിലാക്കുന്നില്ല, രാവണൻ പൊതുവെ മുഴുവൻ ലോകത്തിൻ്റെയും വിശേഷിച്ച് ഭാരതത്തിൻ്റെ ശത്രുവുമാണ്. അതിനാൽ രാവണനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വർഷാവർഷം കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഇതിനെ ജന്മജന്മാന്തരങ്ങളായി കൽപ്പകൽപ്പാന്തരങ്ങളായി കത്തിച്ചു വരുന്നു. കാരണം ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. 5 വികാരങ്ങളിൽ എല്ലാവരും കുടുങ്ങുന്നു. ജന്മം തന്നെ ഭ്രഷ്ടാചാരത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ രാവണന്റെ രാജ്യമായി. ഈ സമയത്ത് അളവറ്റ ദുഃഖമാണ്. ഇതിന് നിമിത്തമാരാണ്? രാവണൻ. ദുഃഖം ഏതു കാരണത്താലാണ് ഉണ്ടാകുന്നത് എന്നത് ആർക്കും അറിയില്ല. ഈ രാജ്യമേ രാവണൻ്റേതാണ്. ഏറ്റവും വലിയ ശത്രു ഇതാണ്. ഓരോ വർഷവും അതിൻ്റെ എഫിജി കോലമുണ്ടാക്കി കത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദിനം പ്രതിദിനം കൂടുതൽ വല്ലത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ദുഃഖവും വർദ്ധിച്ചു വരുന്നു. ഇത്രയും വലിയ വലിയ സാധു സന്യാസിമാർ, മഹാത്മാക്കൾ, രാജാക്കന്മാർ തുടങ്ങിയവരുണ്ട്. എന്നാൽ ഒരാൾക്ക് പോലും ഇതറിയില്ല. രാവണൻ നമ്മുടെ ശത്രുവാണ്. അതിനെ നമ്മൾ വർഷം തോറും കത്തിക്കുന്നു, പിന്നെ സന്തോഷം ആഘോഷിക്കുന്നു. രാവണൻ മരിച്ചു, നമ്മൾ ലങ്കയുടെ അധികാരി ആവുകയും ചെയ്തു എന്ന് വിചാരിക്കുന്നു. പക്ഷേ അധികാരി ആകുന്നതേയില്ല. എത്ര പൈസ ചിലവഴിക്കുന്നു? ബാബ പറയുന്നു, നിങ്ങൾക്ക് ഇത്രയും എണ്ണമറ്റ പൈസ നൽകി. എല്ലാം എവിടെ പാഴാക്കി? ദസറയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു. രാവണനെ വധിച്ച ശേഷം ലങ്കയെ കൊള്ളയടിക്കുന്നു. ഒന്നും മനസ്സിലാക്കുന്നില്ല. രാവണനെ എന്തുകൊണ്ട് കത്തിക്കുന്നു? ഈ സമയത്ത് എല്ലാവരും ഈ വികാരങ്ങളുടെ ജയിലിൽ കിടക്കുകയാണ്. പകുതിക്കൽപ്പം രാവണനെ കത്തിക്കുന്നു. കാരണം ദുഃഖിതരാണ്. രാവണന്റെ രാജ്യത്തിൽ നമ്മൾ വളരെ ദുഃഖിതരാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കുന്നില്ല. സത്യയുഗത്തിൽ ഈ 5 വികാരങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഈ രാവണനെ കത്തിക്കുന്നതും മറ്റും ഉണ്ടായിരിക്കുകയില്ല. ഇത് എപ്പോൾ മുതലാണ് ആഘോഷിച്ചു വരുന്നത് എന്ന് ചോദിക്കൂ. ഇത് അനാദിയായി തുടർന്നു വരുന്നു എന്ന് പറയും. രക്ഷാബന്ധൻ എപ്പോൾ മുതലാണ് ആരംഭിച്ചത്? അനാദിയായി തുടർന്നു വരുന്നു എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണല്ലോ. മനുഷ്യരുടെ ബുദ്ധി എന്തായി മാറിയിരിക്കുകയാണ്?
മൃഗവുമല്ല, മനുഷ്യനുമല്ല, ഒരു ഉപയോഗവും ഇല്ലാത്തതാണ്. സ്വർഗത്തെ തീർത്തും അറിയുന്നില്ല. ഈ ലോകം ഭഗവാൻ ഉണ്ടാക്കിയതാണ് എന്ന് വിചാരിക്കുന്നു, ഇത്രമാത്രം. ദുഃഖത്തിൽ പിന്നെയും ഭഗവാനെ ഓർമ്മിക്കുന്നു. ഹേ ഭഗവാനെ, ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കൂ. എന്നാൽ കലിയുഗത്തിലാണെങ്കിൽ സുഖമുള്ളവരാവുക സാധ്യമല്ല. ദുഃഖം തീർച്ചയായും അനുഭവിക്കുക തന്നെ വേണം, പടിയിറങ്ങുക തന്നെ വേണം. പുതിയ ലോകം മുതൽ പഴയ ലോകത്തിൻ്റെ അവസാനം വരെ എല്ലാ രഹസ്യവും ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ അടുത്ത് വരുമ്പോൾ പറയുന്നു, എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള ഔഷധം ഒന്നാണ്. അവിനാശി വൈദ്യനാണല്ലോ. 21 ജന്മത്തേക്ക് എല്ലാവരെയും ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കുന്നു. ആ വൈദ്യന്മാരാണെങ്കിൽ സ്വയവും രോഗിയാകുന്നു. ഇതാകട്ടെ അവിനാശി വൈദ്യനാണ്. ദുഃഖവും അതിരറ്റതാണ്, സുഖവും അതിരറ്റതാണ് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ബാബ അതിരറ്റ സുഖം നൽകുന്നു. അവിടെ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരിക്കില്ല. സുഖി ആക്കുന്നതിൻ്റെ തന്നെയാണ് ഔഷധം. കേവലം എന്നെ ഓർമ്മിക്കൂ, അപ്പോൾ പാവനവും സദോ പ്രധാനവുമായി മാറും. എല്ലാ ദുഃഖവും അകന്നു പോകും. പിന്നെ സുഖം തന്നെ സുഖം ഉണ്ടാകും. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ് എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. പകുതി കൽപ്പത്തേക്ക് നിങ്ങളുടെ എല്ലാ ദുഃഖവും അകന്നു പോകുന്നു. നിങ്ങൾ കേവലം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ആത്മാവും ജീവവും രണ്ടിൻ്റെയും കളിയാണ്. നിരാകാര ആത്മാവ് അവിനാശിയാണ്, സാകാര ശരീരം വിനാശിയാണ്. ഇതിൻ്റെ കളിയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും മറക്കൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ സ്വയം ഇങ്ങനെ മനസ്സിലാക്കൂ, നമുക്ക് ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. പതീതർക്ക് പോകാൻ സാധിക്കില്ല. അതിനാൽ എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ സദോ പ്രധാനമായി മാറും. ബാബയുടെ അടുക്കൽ ഔഷധം ഉണ്ടല്ലോ. മായ തീർച്ചയായും വിഘ്നമിടും എന്നതും പറഞ്ഞു തരുന്നു. നിങ്ങൾ രാവണന്റെ ഉപഭോക്താവാണല്ലോ. അതിൻ്റെ വ്യാപാരം പോവുകയാണെങ്കിൽ തീർച്ചയായും വ്യാകുലമാകും. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് പഠനമാണ്, ഔഷധമല്ല. ഔഷധം ഈ ഓർമ്മയുടെ യാത്രയാണ്. ഒരേ ഒരു ഔഷധത്തിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകും. അഥവാ എന്നെ നിരന്തരം ഓർമ്മിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ. ഭക്തിമാർഗത്തിൽ ഇങ്ങനെ ധാരാളം പേരുണ്ട്. അവരുടെ വായി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും മന്ത്രമോ രാമനാമമോ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഗുരുവിൻ്റെ മന്ത്രം ലഭിച്ചിരിക്കുകയാണ്. ഇത്രയും തവണ നിങ്ങൾക്ക് ദിവസവും ജപിക്കണം. രാമനാമത്തിൻ്റെ മാല ജപിക്കുവാൻ അവരോട് പറയുന്നു. ഇതിനെ തന്നെയാണ് രാമനാമത്തിൻ്റെ ദാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ വഴക്കുകൂടുകയോ മറ്റോ ചെയ്യില്ല, ബിസിയായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയും റെസ്പോൺസ് നൽകുകയില്ല. വളരെ കുറച്ചു പേരാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ പിന്നെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, രാമരാമ എന്ന് മുഖത്തിലൂടെ പറയേണ്ടതില്ല. ഇത് അജപാജപമാണ്. കേവലം ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ബാബ പറയുന്നു, ഞാൻ രാമനല്ല. രാമൻ ത്രേതയിലേതായിരുന്നു. രാമൻ്റെ രാജ്യമുണ്ടായിരുന്നു. രാമനെ ജപിക്കേണ്ടതില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭക്തിമാർഗത്തിൽ ഇതെല്ലാം സ്മരിച്ച് പൂജ ചെയ്ത് നിങ്ങൾ പടികൾ ഇറങ്ങി തന്നെ വന്നിരിക്കുകയാണ്. അതിനാൽ അതെല്ലാം അൺറൈറ്റിയസ് ആണ്. റൈറ്റിയസ് ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് കുട്ടികളായ നിങ്ങൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇത് എങ്ങനെയുള്ള ഭൂൽ ഭുലയ്യായുടെ കളിയാണ്. ഇത്രയും പരിധിയില്ലാത്ത സമ്പത്ത് ഏതൊരു ബാബയിൽ നിന്ന് ലഭിക്കുന്നോ ആ ഒന്നിനെ ഓർമ്മിക്കണം. അപ്പോൾ അവരുടെ മുഖം തന്നെ തിളങ്ങിക്കൊണ്ടിരിക്കും.
സന്തോഷത്താൽ മുഖം വിടരുന്നു, മുഖത്ത് പുഞ്ചിരി വരുന്നു. നിങ്ങൾക്കറിയാം, ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ ഇതാകും. പകുതി കൽപ്പത്തേക്ക് നമ്മുടെ എല്ലാ ദുഃഖവും അകന്നു പോകും. ബാബ എന്തെങ്കിലും കൃപ നൽകും എന്നല്ല, അങ്ങനെയല്ല. ഇത് മനസ്സിലാക്കണം. നമ്മൾ ബാബയെ എത്ര ഓർമ്മിക്കുമോ അത്രയും സദോ പ്രധാനമായി മാറും. വിശ്വത്തിൻ്റെ അധികാരിയായ ഈ ലക്ഷ്മി നാരായണൻ എത്ര ഹർഷിതമുഖമുള്ളവരാണ്. ഇങ്ങനെ ആകണം. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിച്ച് ഉള്ളിൽ സന്തോഷമുണ്ടാകുന്നു. വീണ്ടും നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയാകും. ഈ ആത്മാവിൻ്റെ സന്തോഷത്തിൻ്റെ സംസ്കാരം തന്നെയാണ് പിന്നെ കൂടെ പോകുന്നത്. പിന്നെ അല്പാൽപം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സമയത്ത് മായ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കും. മായ നിങ്ങളുടെ ഓർമ്മ മറപ്പിക്കുന്നതിന് ശ്രമിക്കും. സദാ ഇങ്ങനെ ഹർഷിതമുഖരായിരിക്കാൻ സാധിക്കില്ല. തീർച്ചയായും ഏതെങ്കിലും സമയത്ത് ശ്വാസം മുട്ടും. മനുഷ്യൻ രോഗാവസ്ഥയിലാകുമ്പോൾ അവരോട് ശിവബാബയെ ഓർമ്മിക്കൂ എന്ന് പറയുന്നുണ്ടാകും. പക്ഷേ ശിവബാബ ആരാണ്? ഇതാർക്കും അറിയില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കി ഓർമ്മിക്കും? എന്തോർമ്മിക്കും? കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകും. ദേവി ദേവന്മാർ സദോ പ്രധാനമായിരുന്നല്ലോ. അതിനെ പറയുന്നത് തന്നെ ഡെയിറ്റി വേൾഡ് എന്നാണ്. മനുഷ്യരുടെ ലോകം എന്ന് പറയുന്നില്ല. മനുഷ്യൻ എന്ന പേരില്ല, ഇന്ന ദേവത എന്നാണ്. അത് ഡെയിറ്റി വേൾഡ് തന്നെയാണ്. ഇത് ഹ്യൂമൻ വേൾഡാണ്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ബാബയെ ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നു. ബാബ അനേകം പ്രകാരത്തിലുള്ള വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും അവസാനം മഹാമന്ത്രം നൽകുന്നു: ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾ സദോ പ്രധാനമായി മാറും. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അകന്നു പോകും. കഴിഞ്ഞ കൽപ്പത്തിലും നിങ്ങൾ ദേവീ ദേവന്മാരായിരുന്നു. നിങ്ങളുടെ സ്വഭാവം ദേവതമാരെ പോലെയായിരുന്നു. അവിടെ ആരും തലകീഴായ ഒന്നും സംസാരിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടാകുമായിരുന്നേയില്ല. അത് ഡെയിറ്റി വേൾഡ് തന്നെയാണ്. ഇത് ഹ്യൂമൻ വേൾഡാണ്. വ്യത്യാസമുണ്ടല്ലോ. ഇത് ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മനുഷ്യർ മനസ്സിലാക്കുന്നു ഡെയിറ്റി വേൾഡ് ഉണ്ടായിരുന്നിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി എന്ന്. ഇവിടെയാണെങ്കിൽ ആരെയും ദേവത എന്ന് പറയാൻ സാധിക്കില്ല. ദേവതമാർ സ്വച്ഛമായിരുന്നു. മഹാൻ ആത്മാവ് എന്ന് ദേവീ ദേവതമാരെയാണ് പറയുന്നത്. മനുഷ്യനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇത് രാവണന്റെ ലോകമാണ്. രാവണൻ വളരെ വലിയ ശത്രുവാണ്. ഇതുപോലൊരു ശത്രു ഇല്ല. ഓരോ വർഷവും നിങ്ങൾ രാവണനെ കത്തിക്കുന്നു. ഇത് ആരാണ്? ആർക്കും അറിയില്ല. ഏതെങ്കിലും മനുഷ്യനൊന്നുമല്ല. ഇത് 5 വികാരമാണ്. അതിനാൽ ഇതിനെ രാവണ രാജ്യം എന്ന് പറയുന്നു. 5 വികാരങ്ങളുടെ രാജ്യമാണല്ലോ. എല്ലാവരിലും 5 വികാരമുണ്ട്. ഈ ദുർഗതിയുടെയും സദ്ഗതിയുടെയും കളി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സദ്ഗതിയുടെ ടൈമിനെ കുറിച്ചും മറ്റും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ദുർഗതിയെക്കുറിച്ചും മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ തന്നെയാണ് ഉയരങ്ങളിൽ കയറുന്നത്. പിന്നെ നിങ്ങൾ തന്നെയാണ് താഴെ വീഴുന്നത്. ശിവജയന്തിയും ഭാരതത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. രാവണ ജയന്തിയും ഭാരതത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. പകുതി കൽപ്പം ദൈവീക ലോകമാണ്. ലക്ഷ്മി നാരായണന്റെയും രാമന്റെയും സീതയുടെയും രാജ്യം നടക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ എല്ലാവരുടെയും ബയോഗ്രഫിയെ അറിയുന്നു. മഹിമ മുഴുവൻ നിങ്ങളുടേതാണ്. നവരാത്രിക്ക് നിങ്ങളുടെ പൂജയും മറ്റുമെല്ലാം നടക്കുന്നു. നിങ്ങൾ തന്നെയാണ് സ്ഥാപന ചെയ്യുന്നത്. ശ്രീമത്തിലൂടെ നടന്ന് നിങ്ങൾ വിശ്വത്തെ ചേഞ്ച് ചെയ്യുന്നു. ശ്രീമത്തിലൂടെ പൂർണ്ണമായും നടക്കേണ്ടത് ആവശ്യമാണല്ലോ. നമ്പർ അനുസരിച്ച് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ഥാപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ യുദ്ധത്തിൻ്റെ മറ്റും ഒരു കാര്യവുമില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ പുരുഷോത്തമ സംഗമയുഗം തന്നെ തികച്ചും വ്യത്യസ്തമാണ്. പഴയ ലോകത്തിൻ്റെ അന്തിമവും പുതിയ ലോകത്തിൻ്റെ ആദിയും.
ബാബ വരുന്നത് തന്നെ പഴയ ലോകത്തെ ചേഞ്ച് ചെയ്യുവാനാണ്. നിങ്ങൾക്ക് വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ ധാരാളം പേർ മറന്നു പോകുന്നു. പ്രഭാഷണത്തിനു ശേഷം സ്മൃതി വരുന്നു, ഇന്ന പോയിന്റ്സ് മനസ്സിലാക്കിക്കേണ്ടതായിരുന്നു. കൃത്യമായി കൽപ്പകൽപ്പങ്ങളിൽ എങ്ങനെയാണോ സ്ഥാപനം ഉണ്ടായത് അതേപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആര് എന്ത് പദവി നേടിയോ അത് തന്നെ നേടും. എല്ലാവർക്കും ഒരേപോലെ പദവി നേടുവാൻ സാധിക്കില്ല. ഉയർന്നതിലും ഉയർന്ന പദവി നേടുന്നവരുമുണ്ട്, കുറഞ്ഞതിലും കുറഞ്ഞ പദവി നേടുന്നവരുമുണ്ട്. ആരാണോ അനന്യരായ കുട്ടികൾ അവർ മുന്നോട്ടു പോകവേ വളരെയധികം ഫീൽ ചെയ്യും, ഇവർ ധനികരുടെ ദാസിയാകും, ഇവർ രാജകുലത്തിലെ ദാസിയാകും, ഇവർ വലിയ ധനികനാകും. അവരെ ഇടയ്ക്കിടയ്ക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയില്ല, എല്ലാവരും മുഖം കാണുകയില്ല. ബാബയും ബ്രഹ്മമുഖത്തിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു, മുന്നിൽ എല്ലാവർക്കും കാണാൻ സാധിക്കില്ല. നിങ്ങളിപ്പോൾ മുന്നിൽ വന്നിരിക്കുകയാണ്, പവിത്രമായിരിക്കുകയാണ്. അപവിത്രമായവർ വന്ന് ഇവിടെ ഇരിക്കുന്നു. ഇങ്ങനെയും സംഭവിക്കുന്നു. ഒരല്പം കേൾക്കുകയാണെങ്കിൽ പിന്നെ ദേവതയായി മാറും. ഏതായാലും അല്പം കേട്ടുവെങ്കിൽ പ്രഭാവമുണ്ടാകും. കേൾക്കാതിരുന്നാൽ വരികയുമില്ല. അപ്പോൾ മുഖ്യ കാര്യം ബാബ പറയുന്നു, മന്മനാഭവ. ഈ ഒരേ ഒരു മന്ത്രത്തിലൂടെ നിങ്ങളുടെ എല്ലാ ദുഃഖവും അകന്നു പോകുന്നു. മന്മനാഭവ, ഇത് ബാബ പറയുന്നു. പിന്നെ ടീച്ചറായി പറയുന്നു, മധ്യാജി ഭവ. ഇത് പിതാവുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. 3 പേരും ഓർമ്മയുണ്ടായിരിക്കട്ടെ. എങ്കിലും വളരെയധികം ഹർഷിതമുഖ അവസ്ഥ ഉണ്ടായിരിക്കും. ബാബ പഠിപ്പിക്കുന്നു, പിന്നെ ബാബ തന്നെ കൂടെ കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ള ബാബയെ എത്ര ഓർമ്മിക്കേണ്ടതാണ്. ഭക്തിമാർഗത്തിലാണെങ്കിൽ ബാബയെ ആരും അറിയുന്നതേയില്ല. ഭഗവാനാണ്, നമ്മളെല്ലാം ബ്രദേഴ്സാണ്, ഇത്രമാത്രം അറിയുക മാത്രം ചെയ്യുന്നു. ബാബയിൽ നിന്ന് എന്താണ് ലഭിക്കേണ്ടത് അതൊന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരു പിതാവാണ്. നമ്മൾ ആ ഒന്നിൻ്റെ കുട്ടികളേവരും ബ്രദേഴ്സാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണല്ലോ. എല്ലാ കുട്ടികളെയും ടീച്ചറായി പഠിപ്പിക്കുന്നു. പിന്നെ സർവരുടെയും കണക്കുകൾ സമാപ്തമാക്കിച്ച് തിരികെ കൊണ്ടുപോകും. ഈ മോശമായ ലോകത്തിൽ നിന്നും തിരികെ പോകേണ്ടതുണ്ട്. പുതിയ ലോകത്തിൽ വരുന്നതിനു വേണ്ടി നിങ്ങളെ യോഗ്യരാക്കുന്നു. ആരെല്ലാം യോഗ്യരാകുന്നുവോ അവർ സത്യയുഗത്തിൽ വരുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ അവസ്ഥയെ സദാ ഏകരസവും ഹർഷിതമുഖവും ആക്കി വയ്ക്കുന്നതിനായി പിതാവ്, ടീച്ചർ, സദ്ഗുരു 3 പേരെയും ഓർമ്മിക്കണം. ഇവിടെ നിന്ന് തന്നെ സന്തോഷത്തിൻ്റെ സംസ്കാരം നിറയ്ക്കണം. സമ്പത്തിൻ്റെ സ്മൃതിയിലൂടെ മുഖം സദാ തിളങ്ങിക്കൊണ്ടിരിക്കട്ടെ. ശ്രീമത്തിലൂടെ നടന്ന് മുഴുവൻ വിശ്വത്തെയും ചേഞ്ച് ചെയ്യുന്നതിൻ്റെ സേവനം ചെയ്യണം. 5 വികാരങ്ങളിൽ ആര് കുടുങ്ങിയിരിക്കുന്നുവോ അവരെ പുറത്തെടുക്കണം. തൻ്റെ സ്വധർമ്മത്തിൻ്റെ തിരിച്ചറിവ് നൽകണം. വരദാനം: സർവരെയും പ്രതി തൻ്റെ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയും ഭാവനയും വയ്ക്കുന്ന സർവർക്കും പ്രിയപ്പെട്ട ഫരിഷ്തയായി ഭവിക്കട്ടെ. സ്വപ്നത്തിൽ പോലും ആരുടെയെങ്കിലും അടുക്കൽ ഫരിഷ്ത വരികയാണെങ്കിൽ എത്ര സന്തോഷിക്കുന്നു. ഫരിഷ്ത എന്നാൽ സർവർക്കും പ്രിയപ്പെട്ടവർ. പരിധിയുള്ള പ്രിയപ്പെട്ടവരല്ല, പരിധിയില്ലാത്ത പ്രിയപ്പെട്ടവർ. സ്നേഹിക്കുന്നവരുടെ പ്രിയപ്പെട്ടവരല്ല, എന്നാൽ സർവരുടെയും പ്രിയപ്പെട്ടവർ. ആര് എങ്ങനെയുള്ള ആത്മാവുമായിക്കൊള്ളട്ടെ, എന്നാൽ താങ്കളുടെ ദൃഷ്ടിയും താങ്കളുടെ ഭാവനയും സ്നേഹത്തിൻ്റേതാകണം. ഇതിനെയാണ് സർവരുടെയും പ്രിയപ്പെട്ടവർ എന്ന് പറയുന്നത്. ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുകയോ
വെറുക്കുകയോ ചെയ്താൽ പോലും അവരെ പ്രതി സ്നേഹത്തിൻ്റെയും മംഗളത്തിൻ്റെയും ഭാവന ഉൽപ്പന്നമാകട്ടെ. കാരണം ആ സമയത്ത് അവർ പരവശമാണ്. സ്ലോഗൻ: ആരാണോ സർവപ്രാപ്തികൾ കൊണ്ടും സമ്പന്നം, അവർ തന്നെയാണ് സദാ ഹർഷിതവും സദാ സുഖിയും ഭാഗ്യശാലിയും. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തി ശക്തിശാലി ബിന്ദു രൂപസ്ഥിതിയിൽ
സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.